കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കായി
Praise the Lord. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചനം സത്യസന്ധമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തരായി ജീവിക്കുന്നതിലൂടെ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രുതികട ഉടമ്പടി നിബന്ധനകള് പാലിക്കുന്നതിലൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അനുവിജയന്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത്, എനിക്ക് ഇനി കല്യാണം കഴിച്ചതാണ്, ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ്, PSCയുടെ ഈ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. പക്ഷേ എനിക്കതിന് വേണ്ടി പറയാനോ, ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ്. അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞത്, മാതാവിനോട് പറഞ്ഞ, അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി, എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു. സത്യമായിട്ട് ഉള്ളതുപോലെ അവൾ പറയും, പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം. അതായത് ടൈം ഷോർട്ടിങ് എന്ന് പറയുന്ന സംഭവം, അതായത് ആൾക്കാർക്ക് ദൈവത്തോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, എന്ത് അധികാരമായിട്ടാണ്, എന്ത് ദൈവസ്നേഹത്തോട് സംസാരിക്കുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ്. അതായത് എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരും സഹായിക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ആക്കുമ്പോൾ ഞാൻ PSC പരീക്ഷ എഴുതിയത്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം. ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി. പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്നു, 16 കട്ട് ഓഫ് മാർക്ക് വന്നു. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ 16 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ അപ്പോയിൻറ്റഡായി. അതായത് ദൈവത്തിൻ്റെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവസ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട്, സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട്, സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കലാണ്. നിങ്ങളെ സാക്ഷ്യങ്ങൾ എപ്പോഴും വായിച്ചു നോക്കണം. ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം. ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്. ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാൻ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണല്ലോ. ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടും തരത്തില്ലേ. അപ്പം ഞാൻ ഉടനെ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണ്. ഞാൻ മാതാവിനോട് പറയും, ഇതൊരു ജീവിതമാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100,000 പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കണത്. അതുകൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണ്, ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും. അപ്പം നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവർ ആശ്വാസം പ്രാപിച്ചിരിക്കാതിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം, നിങ്ങൾ പോഴംകളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ്. കാര്യം ദൈവസ്നേഹം നിറഞ്ഞ് പരിശുദ്ധ പ്രവർത്തനമായാലും കർത്താവിനെ ചില പറയും ഇന്നലെ ഒരു സഹോദരി അയച്ചപ്പോഴാണ്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്ക് ആശീർവദിച്ച് നെഞ്ചത്തുണ്ടാകുമെന്ന്.
അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ, എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ. അപ്പോൾ ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത്. പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉലക്ക പുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അവളൊക്കെ ഉലക്കൊക്കെ നടുവായിട്ടിരിക്കുന്ന ദൈവം. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ പിജാത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരിപാടി. നിൻ്റെ കലാപരിപാടി കാണിച്ചിട്ട് ദൈവത്തിന് എന്താ? നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിന്? വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ മര്യാദയ്ക്ക് നീ മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അപ്പം നിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാൻ അടയാളം കാണട്ടെ, എൻ്റെ വേദന ഒന്ന് കുറയാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്ത് കെട്ടി ഒരുങ്ങി ഉടമ്പടിയുടെ ഓരോ കാര്യം ചെയ്യാം. നെവർ, ഇത് വർക്ക് ചെയ്യത്തില്ല. ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പിശാചായിട്ട് ദൈവം നിന്നെ കാണത്തുള്ളൂ. എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കണത്? അപ്പോൾ മര്യാദക്ക് പഴയ മനുഷ്യനെ ഉരിഞ്ഞു നിൽക്കണം. ചുമ്മാ ഉരിഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ചെയ്തികളോടുകൂടി. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസ്യൻസ് 3:9 പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവിൻ. അടുത്ത വചനം എന്താ? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണ് അമ്മയുടെ സ്നേഹം, ദൈവസ്നേഹം, അമ്മയുടെ ദൈവവിശ്വാസം, അമ്മയുടെ ശുശ്രൂഷ മനോഭാവം. അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത്, അമ്മയാണ് ഈശോനെ വളർത്തിയത്, അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത്, അമ്മയാണ് രക്ഷകർത്തം പൂർത്തിയാക്കാൻ വേണ്ടി കുരിശിന് ചുവട്ടിൽ നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത്. എല്ലാം അമ്മയാണ്. അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും. ആ രീതിയിലാണ് നീ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 6:33 അനുസരിച്ച് കൊണ്ട് ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം മത്തായി 6:33 ചേർത്ത് നൽകും. ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. എഴുന്നേൽക്കുക. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെക്കുക. ഈ നിമിഷം ഞാൻ സുഖപ്പെടും. കർത്താവ്
മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക. രക്തസ്രാവക്കാരി രോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാ. ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള് തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവേ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, കൈകളെടുക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയമകനെ, പ്രിയമകളെ, കർത്താവ് ആണ് നിന്നെ കൊണ്ടുവന്ന് നീ ഓർക്കണം. ഈ അൾത്താരയിലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. നിൻ്റെ ജോലി, വീട്, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, നിൻ്റെ വിസ, നിൻ്റെ നാട്ടിലെ ജോലി, സാമ്പത്തിക തടസ്സങ്ങൾ, തെറ്റ് നടപടികൾ, ശരീര അസുഖങ്ങൾ, സ്ഥലം വിൽക്കാനുള്ളവർ, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ, ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ, വന്ന തടസ്സങ്ങൾ, നിൻ്റെ കേസുകൾ, കോടതി കേസുകൾ, നിന്റെ തകർന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ, നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ, ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ, ഇതിനെ വിശുദ്ധമായ രക്തം തളിക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ എല്ലാ ജീവിത ദുരിതങ്ങളെയും തടസ്സങ്ങളെയും നീ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കി മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക.
സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി ഈശോയെ, നിൻ്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ, അങ്ങനെ എപ്പോഴും നിൻ്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളോസ്യൻസ് 3:9 തിരുവചനം അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ, പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ.